पाकिस्तान की अवाम अपने हुक्मरानों को जरा पूछे कि पीओके तो आपके पास है, आप उसको भी संभाल नहीं पाते। कभी पश्चिम बंगाल, पूर्वी पाकिस्तान जो आज का बांग्लादेश, वो भी आपके पास था, उसको भी संभाल नहीं पाए। आप सिंध को संभाल नहीं पा रहे हो, आप गिलगिट को नहीं संभाल पा रहे हो, आप पख्तूनिस को नहीं संभाल नहीं पा रहे हो, आप बलूचिस्तान को नहीं संभाल पा रहे हो। ये तो आपके पास है, आपका शासन है, आप इसको भी नहीं संभाल पाए हो। और आपको कश्मीर की बातें करके ये आपको गुमराह कर रहे हैं। आप पाकिस्तान की आवाम अपने नेताओं को जरा पूछे कि जो घर में है उनको तो ढंग से संभाल करके दिखाओ। പാകിസ്ഥാനിലെ ജനങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്, പറയാൻ ആഗ്രഹിക്കുകയാണ്. കാശ്മീരിലെ പാക് അധീന കാശ്മീർ, ആ പാക് അധീന കാശ്മീർ നിങ്ങളുടെ നിയന്ത്രണത്തിലല്ലേ? അവിടെ കാര്യങ്ങൾ നേരായ രീതിയിൽ കൊണ്ടുപോകാൻ നിങ്ങൾക്ക് എന്തുകൊണ്ട് സാധിക്കുന്നില്ല? ബംഗ്ലാദേശ് നിങ്ങളുടെ കൈവശമായിരുന്നില്ലേ അന്നത്തെ കിഴക്കൻ പാകിസ്ഥാൻ? അവിടെ കാര്യങ്ങൾ നേരായ രീതിയിൽ എന്തുകൊണ്ട് കൊണ്ടുപോകാൻ സാധിച്ചില്ല? സിന്ധ് നിങ്ങളുടെ ഭാഗമല്ലേ? അവിടെ എന്തുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല? ഗിൽഗിത് നിങ്ങളുടെ ഭാഗമല്ലേ? എന്തുകൊണ്ട് അത് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല? പഖ്തൂണിസ്ഥാൻ നിങ്ങളുടെ ഭാഗമല്ലേ? എന്തുകൊണ്ട് അവിടെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല? ബലൂചിസ്ഥാൻ നിങ്ങളുടെ ഭാഗമല്ലേ? അവിടെ കാര്യങ്ങൾ നേരായ രീതിയിൽ കൊണ്ടുപോകാൻ നിങ്ങൾക്ക് എന്തുകൊണ്ട് സാധിക്കുന്നില്ല? പാകിസ്ഥാനിലെ ജനങ്ങളെ, അവിടുത്തെ നേതൃത്വം കാശ്മീരിന്റെ പേര് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ വിഡ്ഢികളാക്കാൻ, ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. അതുകൊണ്ട് പാകിസ്ഥാനിലെ ജനങ്ങളോട്, ആ ജനതയോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ നേതാക്കന്മാരോട് ചോദിക്കണം. നമ്മുടെ കൈവശമുള്ള പ്രദേശങ്ങൾ പോലും, ആ പ്രദേശങ്ങൾ പോലും നേരായ രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കാത്ത നിങ്ങൾ കാശ്മീരിന്റെ പേര് പറഞ്ഞ് ഞങ്ങൾ വിഡ്ഢികളാക്കുകയല്ലേ? पाकिस्तान की आवाम अपने हुक्मरानों को जरा पूछे कि दोनों देश एक साथ आजाद हुए, क्या कारण है कि हिंदुस्तान दुनिया में सॉफ्टवेयर एक्सपोर्ट करता है और आपके हुक्मरान टेररिस्टों को एक्सपोर्ट करते हैं? क्या कारण है? പാകിസ്ഥാനിലെ ജനത അവരോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ നേതാക്കന്മാരോട് ചോദിക്കണം. നമ്മൾ ഈ രണ്ട് രാജ്യങ്ങളും ഒരേ കാലത്ത്, ഒരേ സമയത്ത് സ്വാതന്ത്ര്യം നേടിയ രാജ്യങ്ങളാണ്. എന്തുകൊണ്ട് ഇന്ത്യ വിവര സാങ്കേതിക വിദ്യയുടെ മേഖലയിൽ, IT മേഖലയിൽ ഇന്ത്യ കയറ്റുമതി നടത്തുന്നു, വിവര സാങ്കേതിക വിദ്യ കയറ്റുമതി നടത്തുന്നു. പാകിസ്ഥാൻ ഭീകരവാദികളെ കയറ്റുമതി നടത്തുന്നു. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്ന് നിങ്ങളുടെ നേതാക്കന്മാരോട് ചോദിക്കണം. पाकिस्तान की आवाम से मैं कहना चाहता हूं, आपको गुमराह करने के लिए आपके हुक्मरान 1000 साल तक हिंदुस्तान से लड़ने की बातें करते हैं। आज दिल्ली में ऐसी सरकार बैठी है, मैं आपकी इस चुनौती को स्वीकार करने के लिए तैयार हूं। നിങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ നിങ്ങളുടെ നേതൃത്വം 1000 വർഷക്കാലത്തെ യുദ്ധത്തെക്കുറിച്ച് വാചകമടിക്കുന്നു. ഡൽഹിയിൽ കേന്ദ്രത്തിലെ സർക്കാർ ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറാണ്. पाकिस्तान की आवाम, मैं आपको कहना चाहता हूं, हिंदुस्तान आपसे लड़ाई लड़ने को तैयार है। आओ, हिम्मत हो तो लड़ाई उस बात की लड़े। आइए हम गरीबी को खत्म करने का काम करें, आप अपने देश में गरीबी को खत्म करने का काम करें, हम दोनों लड़ाई लड़े। देखते हैं सबसे पहले अपने देश की गरीबी कौन खत्म करता है। आओ, पाकिस्तान की आवाम इसको पसंद करेगी। പാകിസ്ഥാനിലെ ജനതയോട് പറയാൻ ആഗ്രഹിക്കുന്നു, നമുക്കൊരുമിച്ച് ഈ യുദ്ധത്തിലേക്ക് നീങ്ങാം.
ഈ രണ്ട് രാജ്യങ്ങളിലെയും ദാരിദ്ര്യം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള യുദ്ധം, അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിൽ, ആ യുദ്ധത്തിൽ ആരാണ് മുന്നോട്ട് വരിക, ആരാണ് മുന്നിലെത്തുക, ആരാണ് അതിൽ വിജയിക്കുക എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു പരിശ്രമം നടത്താം എന്ന് പാകിസ്ഥാനിലെ ജനങ്ങളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുക. पाकिस्तान के नौजवान आओ लड़ाई लड़े. पहले हिंदुस्तान बेरोजगारी खत्म करता है कि पहले पाकिस्तान बेरोजगारी खत्म करता है? आओ बेरोजगारी को खत्म करने की लड़ाई लड़े और देखें पहले कौन जीतता है. പാകിസ്ഥാനിലെ ചെറുപ്പക്കാരോട് പറയാൻ ആഗ്രഹിക്കുകയാണ്, തൊഴിലില്ലായ്മക്കെതിരായിട്ടുള്ള യുദ്ധം, ആ യുദ്ധത്തിന് നമുക്ക് തുടക്കമിടാം. പാകിസ്ഥാനിലെ തൊഴിലില്ലായ്മ ഇല്ലാതാക്കാൻ ആദ്യം കഴിയുമോ, ഇന്ത്യയിലെ തൊഴിലില്ലായ്മ ഇല്ലാതാക്കാൻ ആദ്യം കഴിയുമോ എന്നുള്ളതിൽ നമുക്കൊരു ശ്രമം നടത്താം. ആദ്യം തൊഴിലില്ലായ്മ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള യുദ്ധം നമുക്ക് നടത്താം. मैं पाकिस्तान के उन छोटे छोटे बालकों से बात करना चाहता हूं. आइए हम अशिक्षा के खिलाफ लड़ाई लड़े. पाकिस्तान भी अशिक्षा को खत्म करने के लिए लड़ाई लड़े, हिंदुस्तान भी अशिक्षा को खत्म करने के लिए लड़ाई लड़े और देखें पहले हिंदुस्तान जीतता है कि पहले पाकिस्तान जीतता है. പാകിസ്ഥാനിലെ ചെറിയ കുട്ടികൾ, അവിടുത്തെ ബാലികാ ബാലന്മാരോട് പറയാൻ ആഗ്രഹിക്കുകയാണ്, നമുക്ക് നമ്മുടെ നാടുകളിലെ വിദ്യാഭ്യാസ മേഖലയിലെ പിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ, അതിനു വേണ്ടിയിട്ടുള്ള പോരാട്ടം, അതിനു വേണ്ടിയിട്ടുള്ള യുദ്ധം, ആ യുദ്ധത്തിന് തുടക്കമിടാം. ആദ്യം പാകിസ്ഥാനാണോ ഈ മേഖലയിൽ മുന്നോട്ടെത്തുക, അതോ ഈ രാജ്യം ഇന്ത്യയാണോ ഈ മേഖലയിൽ വിജയിക്കുക എന്നുള്ളത് നമുക്കൊരു യുദ്ധത്തിന്, അതിനു വേണ്ടിയിട്ടുള്ള യുദ്ധത്തിന് തുടക്കമിടാം. हिंदुस्तान में भी नवजात शिशु मरते हैं, प्रसूता माताएं मरती हैं. पाकिस्तान में भी नवजात शिशु मरते हैं, प्रसूता माताएं मरती हैं. आओ लड़ाई लड़े नवजात शिशुओं को बचाने की, प्रसूता माताओं को बचाने की. आप बचा करके दिखाओ, हम बचा करके दिखाए, देखें कौन जीतता है. നവജാത ശിശുക്കളുടെ മരണം, പ്രസവത്തിന് ശേഷമുള്ള അമ്മമാരുടെ മരണം, ഇതിലൊക്കെ പാകിസ്ഥാനും ഇന്ത്യയും ഈ മേഖലയിൽ നമുക്കൊരു യുദ്ധത്തിന് വേണ്ടിയിട്ട്, അതിനു വേണ്ടിയിട്ടുള്ള ശ്രമം നടത്താം. ഈ രണ്ട് രാജ്യങ്ങളിൽ എവിടെയാണ് ഈ മേഖലയിൽ നമുക്ക് മുന്നേറ്റം കൈവരിക്കാൻ സാധിക്കുക എന്നുള്ളത് നമുക്കൊന്ന് പരിശ്രമിച്ചു നോക്കാം. और पाकिस्तान के हुक्मरान सुन ले, हमारे 18 जवानों का बलिदान बेकार नहीं जाएगा. പാകിസ്ഥാനിലെ നേതൃത്വം മനസ്സിലാക്കണം, നമ്മുടെ 18 ജവാന്മാരുടെ ജീവത്യാഗം, ആ ജീവത്യാഗം വ്യർത്ഥമാകില്ല. भारत सफल रहा है पूरे दुनिया में आपको अलग थलग करने के लिए, और हम उसको तेज करेंगे और पूरे विश्व में आपको अकेला रहने के लिए हम मजबूर करके रहेंगे. അതിനു വേണ്ടിയിട്ട് പാകിസ്ഥാന്റെ ഈ ശ്രമങ്ങളുടെ അത് തുറന്നു കാണിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും, ഈ ലോകത്തിന്റെ മുന്നിൽ അത് മുഴുവൻ വ്യക്തമാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും ഇന്ത്യയുടെ ഭാഗത്ത് നിന്നുണ്ടാകും. वो दिन दूर नहीं होगा जब पाकिस्तान की अवाम पाकिस्तान के हुक्मरानों के खिलाफ, आतंकवाद के खिलाफ लड़ाई लड़ने के लिए मैदान में आएगी. പാകിസ്ഥാനിലെ ജനത അവിടുത്തെ നേതൃത്വത്തിനെതിരായിട്ട്, ഭീകരവാദത്തിന് എതിരായിട്ട്, അതിനു വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ പങ്കാളികളാകുന്ന ദിവസം, ആ ദിവസം അധികം വിദൂരമല്ല എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. मेरे प्यारे देशवासियों, हमारे देश का भविष्य शांति, एकता, सद्भावना से जुड़ा हुआ है. देश का जवान तब जीतता है जब हम कंधे से कंधे मिलाकर के खड़े रहते हैं, एक स्वर से बोलते हैं, एक ही संकल्प को लेकर के चलते हैं. आज 125 करोड़ देशवासी उस देशभक्ति के ज्वार से भरे हुए हैं. आज 125 करोड़ देशवासी भारत की आन बान शान के लिए हर कीमत देने के लिए तैयार बैठे हैं. और इसलिए भाइयों बहनों, मैं भारत के उज्जवल भविष्य को देख रहा हूं, भारत में सुख चैन की जिंदगी देख रहा हूं, और उसके लिए हम सब मिलकर के सफल होंगे, ये मैं आपको विश्वास दिलाता हूं.
ഈ ഭാരതം ശാന്തിയുടെയും വേഗതയുടെയും സദ്ഭാവനയുടെയും നാടാണ്. ഭാരതത്തിലെ ജവാന്മാർ തോളോട് തോൾ ചേർന്നുകൊണ്ട് ഈ നാട്ടിലെ 125 കോടി ജനങ്ങൾ ആ ജനങ്ങളുടെ ദേശഭക്തിയാൽ പ്രേരിതമായിട്ടുള്ള അങ്ങനെയുള്ള ഒരു സാഹചര്യത്തെയാണ് പ്രതീക്ഷിക്കുന്നത്. ഈ നാടിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി, ഈ നാടിന്റെ ഉജ്ജ്വലമായിട്ടുള്ള ഭാവി, ആ ഭാവി രചിക്കാനായിട്ട് ആ പരിശ്രമങ്ങളെയാണ് ഈ നാട് പ്രതീക്ഷിക്കുന്നത്. मेरे प्यारे देशवासियों, पंडित दीनदयाल उपाध्याय जन्म शताब्दी वर्ष को हमने गरीब कल्याण वर्ष के रूप में मनाना तय किया है. हमारी सभी प्रयासों का केंद्र बिंदु हमारा देश का गरीब हो, हमारा गरीब एम्पावर हो, गरीबी के खिलाफ लड़ाई लड़ने के लिए एक बहुत बड़ी ताकत निर्माण हो, उस दिशा में हम आगे बढ़ रहे हैं. और इस केरल की धरती, केरल के लोग, गॉड्स ओन कंट्री हमें आशीर्वाद दे ताकि हम देश के कल्याण के मार्ग पर, गरीबों के कल्याण के मार्ग पर, जन कल्याण के मार्ग पर, लोक कल्याण के मार्ग पर हम तेज गति से आगे बढ़े. ദീൻദയാൽജിയുടെ ജന്മശതാബ്ദി ആഘോഷിക്കുന്ന ഈ വർഷം ഈ നാട്ടിലെ ദരിദ്രരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള, ദരിദ്രരുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ, പാവപ്പെട്ടവരുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ, ആ പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ടാണ് അത് പ്രാവർത്തികമാക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നത്. ഈ കേരളത്തിന്റെ ഭൂമി, ഈ കേരളത്തിന്റെ ദൈവത്തിന്റെ സ്വന്തം ഭൂമി, ആ ഭൂമി, ഈ പരിശ്രമങ്ങളിൽ നമുക്ക് ആ ഭൂമിയുടെ അനുഗ്രഹങ്ങൾ തേടാൻ ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുകയാണ്. 21वीं सदी में हमारा संकल्प बने कि हिंदुस्तान एक ऐसा देश हो जो गरीबी से मुक्त हो, समृद्धि से युक्त हो. 21ാം നൂറ്റാണ്ടിൽ ഈ നാട് ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തമായിട്ടുള്ള, സമൃദ്ധമായിട്ടുള്ള ഒരു രാജ്യമായിട്ട് മാറട്ടെ. ഇതാണ് നമ്മുടെ ലക്ഷ്യം. भारत ऐसा देश हो जो भेदभाव से मुक्त हो, समानता से युक्त हो. ഈ ഭാരതം ഉച്ചനീചത്വങ്ങളാൽ അതിൽ നിന്ന് മുക്തമായിട്ടുള്ള സമത്വത്തിന്റെ നാടായിട്ട് മാറട്ടെ. भारत ऐसा देश हो जो अन्याय से मुक्त हो, न्याय से युक्त हो. ഈ നാട് അനീതിയിൽ നിന്ന് വിമുക്തമായിട്ടുള്ള നീതിയുടെ പ്രദേശമായിട്ട് മാറട്ടെ. भारत ऐसा देश हो गंदगी से मुक्त हो, स्वच्छता से युक्त हो. ഈ നാട് ദുർഗന്ധത്തിൽ നിന്നും മാലിന്യത്തിൽ നിന്നും മുക്തമായിട്ടുള്ള, ഈ നാട് സ്വച്ഛതയുടെയും, ഈ നാട് അങ്ങനെയുള്ള ഒരു പ്രദേശമായിട്ട് സ്വച്ഛതയുടെ പ്രദേശമാകട്ടെ. भारत ऐसा देश हो जो भ्रष्टाचार से मुक्त हो, पारदर्शिता से युक्त हो. ഈ ഭാരതം അഴിമതിയിൽ നിന്ന് വിമുക്തമായ സുതാര്യതയുടെ പ്രദേശമായിട്ട് മാറട്ടെ. भारत ऐसा देश हो बेरोजगारी से मुक्त हो, रोजगारी से युक्त हो. ഈ ഭാരതം തൊഴിലില്ലായ്മയിൽ നിന്ന് വിമുക്തമായിട്ടുള്ള, തൊഴിലുകളാൽ സമൃദ്ധമായിട്ടുള്ള ഒരു നാടായിട്ട് മാറട്ടെ. भारत ऐसा देश हो महिला उत्पीड़न से मुक्त हो, नारी सम्मान से युक्त हो. ഈ ഭാരതം സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങളിൽ നിന്ന് മുക്തമായിട്ടുള്ള, സ്ത്രീകൾക്ക് ആദരവ് ലഭിക്കുന്ന പ്രദേശമായിട്ട്, നാടായിട്ട് മാറട്ടെ. भारत ऐसा देश हो जो निराशा से मुक्त हो, आशा से युक्त हो. ഈ ആശയുടെ കയങ്ങളിൽ നിന്ന് ഉയർന്ന് ആശയുടെ പ്രതീക്ഷകളുടെ നാടായിട്ട് മാറട്ടെ. पंडित दीनदयाल उपाध्याय जी की जन्म शती में इसी संकल्प को लेकर के हम सब आगे बढ़े. इसी एक अपेक्षा के साथ आप सबका बहुत बहुत आभार, आप सबको बहुत बहुत शुभकामनाएं. ദീൻദയാൽജിയുടെ ജന്മശതാബ്ദിയുടെ ഈ വർഷത്തിൽ ഈ പ്രതീക്ഷകളുമായിട്ട്, ഈ ദൃഢപ്രതിജ്ഞയുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. എല്ലാവർക്കും ആശംസകൾ. मेरे साथ मुट्ठी बंद करके पूरी ताकत से बोलिए. എല്ലാവരും കൈ ഉയർത്തി
മുഷ്ടി ചുരുട്ടിക്കൊണ്ട് നമുക്ക് ഒറ്റക്കെട്ടായിട്ട് പറയാം, भारत माता की ജയ്, भारत माता की ജയ്, भारत माता की ജയ്. बहुत बहुत धन्यवाद।